എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വറ്റ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ വറ്റ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിന് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് 2 പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്നുള്ളി, ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ഈ അരപ്പ് നമുക്ക് ആ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പ് എല്ലാ മീനിലേക്ക് നല്ല രീതിയിലൊന്ന് പറ്റുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓരോ മീൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നും നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മീനും നമ്മളിതുപോലെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീനൊന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും വീട്ടിൽ മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരപ്പുണ്ടാക്കി ഒന്ന് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. മീൻ കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡും കൂടെ അതുപോലെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വറ്റ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അരപ്പ് ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വറ്റ മാത്രമല്ല മറ്റേ മത്തി, അയല അതുപോലുള്ള മീനൊക്കെ ഇതുപോലത്തെ ഒരു അരപ്പിൻ്റെ അകത്ത് അരച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.